ഇന്നിൻ്റെ ദീദിൻ്റെ ചങ്കിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദീദി പറഞ്ഞ് ദീദിൻ്റെ ആ ചങ്കായിട്ടുള്ള ദീദിക്ക് ഒരു ഗിഫ്റ്റ് വെച്ചണോ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല വിചാരിച്ചിട്ട് നാനും ഇപ്പച്ചു ഉമ്മച്ചു ദീദിയും കൂടിയിട്ട് ഗിഫ്റ്റ് വെച്ചാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ വീടിൻ്റെ എത്തുള്ള ഒരു മാളിക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ദീദി നല്ല സന്തോഷത്തിൽ ആഷൊക്കെ കളിച്ചിന് കണ്ട. ഓളിക്ക് അങ്ങനെയാണ്, ഓളിൻ്റെ ആ ചങ്കിൻ്റെ അടുത്തേക്ക് പോവാ പറഞ്ഞ് ഓൾക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇത് നോക്കി ഇവിടെ നിന്നാണ് ഞങ്ങൾ ഗിഫ്റ്റ് വെച്ചത്. എന്തോ ഡേയ്സോ ജപ്പാനിന് എന്തോ വായിച്ചാലൊന്നും അറിയില്ല, എന്നാൽ പച്ച വരുന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇക്കും നല്ല ഇഷ്ടമായിട്ട് കുടി ഡോളുകളുണ്ട്. നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് കാണാനല്ലേ. നല്ല ഡെഷല്ല ഒരുപാട് ചോയ്സുകൾ ആ കഥയിലുണ്ട്. ഇത് ഇത് വേണോ അത് വേണോ പറഞ്ഞിട്ട് എല്ലാം വെച്ചാണ്. എല്ലാം വെച്ചാൻ പറ്റുമോ? അപ്പം നാനും പറഞ്ഞ് ഇക്കും ഇത് വേണോ, ദീദി വെച്ചാണെങ്കിൽ ഇക്കും ഇത് വേണോ അത് വേണം പറഞ്ഞ് നാണിങ്ങനെ ഓടോന്ന് തൊടാൻ വേണ്ടി തോന്നി. അപ്പം അവസാനം എന്ത് ഭംഗി ഈ ടോയ് വെച്ചാൽ മതി പറഞ്ഞിട്ട് ഈ ടോയാണ് വെച്ചത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് പിച്ചു നോക്കി അതിൻ്റെ വാലിൽ അത് വീട് പോവാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ വീട് പോവുക കയ്യിന്. അങ്ങനെ അത് വെച്ച് ഞാൻ ചിന്നു നോക്കുമ്പോണ്ടോ ഇങ്ങനെ പുള്ള വെണ്ണ് നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ അത് വെച്ച് ഞങ്ങൾ ആ ദീദിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇക്കും നല്ല ഇഷ്ടം അങ്ങോട്ട് പോവാണ്. കാരണം ഇക്ക് കൂടി ഫ്രണ്ട്സുകളുണ്ട് അവിടെ. അവിടേക്കൊക്കെ കളിച്ചാൽ എനിക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ കൂടി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വീട്ടിട്ട് ആൻറ്റി. എന്നാൽ എൻ്റെ ദീദിൻ്റെ ചങ്കിൻ്റെ ഇമ്മച്ചിട്ടോ. അങ്ങനെ കൂടി ഫുഡ് കണ്ടപ്പോൾ സന്തോഷമായി. എല്ലാ ഫുഡ് കഴിച്ചാലോ വിചാരിച്ച് ഞാൻ നല്ല സന്തോഷം. ചിക്കനും അതുപോലെ ബീഫും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വയലൊക്കെ ഇങ്ങനെ വെള്ളം വണ്ണം ഇതൊക്കെ കണ്ടപ്പോൾ ഇക്ക് നല്ലോ സന്തോഷമായി. ഇതൊക്കെ പെണ്ണുക്ക് തിന്നാൻ കിട്ടുമല്ലോ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ നോക്കി ഇമ്മച്ചി തന്നെടുക്ക് ഇതാ ഇനിയാണ് ഈ ഷാത്തറ. അപ്പോഴാ ആൻറ്റി പയ്യന് ഇനാണ് ഉള്ളത് എന്തോ കാപ്പിരിയാണെന്ന്. കാപ്പിരി ആയാലും പൂക്കിരി ആയാലും എന്തായാലും കാക്ക് കിട്ടിയത് ഈ ഷാണ് മാത്രം. ഇതിൻ്റെ കൂടെ ഒരു ഷെയ്ഡ് ഡിഷായിട്ട് കുറച്ച് ചിക്കനെങ്കിലും ഇട്ടേ തന്നില്ല. കൊച്ചിന്നപ്പൊക്കെ മടിയായി. ഞാൻ പഞ്ഞിക്ക് വേണ്ട പഞ്ഞി. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് കളിച്ചാൻ വേണ്ടി പോയിട്ട് ഇവർക്ക് യൂണോ കാർഡ് കളിച്ച. ഇന്നെ കണ്ടുപോയിക്ക അപ്പം യൂണോ കാർഡ് എത്തിച്ച്. എൻ്റെ ഷാണ് നോക്കി ഇനിയും കളിച്ചാൻ കൂറ്റണ്ടേ. ഞാനൊരു കുറ്റിയല്ലേ. ഇതാണ് കേട്ടോ ദീദിൻ്റെ ചങ്കി. ഈ ചങ്കിൻ്റെ കേട്ടോ ബർത്ത്ഡേ. എന്തായാലും നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ പയ്യ. ദീദിക്ക് യൂണോ കാർഡൊന്നും തന്നില്ല. അങ്ങനെ ഞാൻ അവരുടെ അടുത്തുനിന്ന് തെറ്റി. പിന്നെ ഞങ്ങൾ പോയത് കൊച്ചു കുട്ടീസ് ഗ്യാങ്ങിൻ്റെ അടുത്തേക്കായിരുന്നു. കുട്ടീസ് ഗ്യാങ്ങിൻ്റെ അടുത്ത് പോയി പിന്നെ അങ്ങോട്ട് വെച്ചിന് അയ്യോ അശിച്ചനെ മച്ചിയെ പറഞ്ഞിട്ട് ഞാൻ വേഗം മച്ചിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ എല്ലാവരും പോയി. ഇവർ രണ്ടുപേരും മാത്രമായപ്പോൾ ഞാൻ കൊച്ചിയുടെ അവിടെ കൂടെ ഇന്നിട്ട് കളിച്ച്. എനിക്ക് നല്ല സന്തോഷമാണ് ഇവരുടെ കൂടെ ഒക്കെ കളിച്ചാൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോണ്ടോ അമ്പത്തെ വീട്ടിൽ ചെമ്മിടുമ്പോൾ കുടി ചിന്ത വച്ചേക്കണേ. എൻ്റെ ഭംഗിയെന്നറിയോ ആ രീതി വെച്ചതാട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കൊച്ചിയുടെ അവിടെ കളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. ഓക്കെ ബൈ.